നമ്മൾ പറഞ്ഞതുപോലെ ഒരു മാസം പിന്നിടുകയാണ് ആ ദുരന്തമുണ്ടായിട്ട്. നമ്മളൊക്കെ ഞെട്ടിയ ആ ഒരു ദിവസമായിരുന്നു അല്ലെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും വ്യാപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ തന്നെ കുറെ സമയമെടുത്തു. പക്ഷെ ഇപ്പോഴും അതിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയിട്ടില്ല. അന്നാ വയനാട് ദുരന്തം ഒരു ഉരുൾപൊട്ടൽ എന്നുള്ള തലത്തിൽ തുടങ്ങിയതാണ്. പക്ഷെ പിന്നീട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള കരച്ചിലിന്റെ ഒക്കെ ശബ്ദം ഇപ്പോഴും നമ്മളിങ്ങനെ വല്ലാത്ത തരത്തിൽ നമ്മളെ വേട്ടയാടുന്നുണ്ടാകും. ഇന്ന് മാറിയിട്ടില്ല ആർക്കും ആ ദുരന്തത്തിന്റെ ഞെട്ടൽ. ദുരന്തം ബാക്കി വെച്ചവരെ ചേർത്ത് പിടിക്കുകയാണ് നാടൊന്നാകെ. ദുരന്തഭൂമിയിൽ വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജംഷീർ പള്ളിവയൽ. വീടുകൾ നഷ്ടപ്പെട്ട 69 കുടുംബങ്ങൾക്ക് താൽക്കാലിക പുനരധിവാസത്തിന്റെ ചെലവുകൾ കണ്ടെത്തിയത് ജംഷീർ തന്നെയായിരുന്നു. സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ലക്ഷ്യമെന്ന് ജംഷീർ പള്ളിവയൽ ന്യൂസ് 18 പറഞ്ഞു. ഉരുൾപൊട്ടലിന് പിന്നാലെ ദുരന്തമുഖത്ത് സജീവമായിരുന്നു. ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. 69 കുടുംബങ്ങൾക്ക് തണലൊരുക്കി. അതായത് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ 69 കുടുംബങ്ങൾക്ക് വാടക വീട് കണ്ടെത്തി ആ വാടക വീട്ടിലേക്ക് ഇവരെ മാറ്റി. കൽപ്പറ്റ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ പള്ളിവയലും കൂട്ടരുമാണ് ഇങ്ങനൊരു ദൌത്യവുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ വീടുകളിലേക്കുള്ള അവശ്യ സാധനങ്ങളും അതുപോലെ തന്നെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികളുമായി ഇപ്പോഴും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ സജീവമായിരുന്നു. നിങ്ങളുടെ പേരുകളാണ് എല്ലായിടത്തും കേട്ടത്. ഇപ്പോൾ 69ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും ആ ഒരു പ്രവർത്തനത്തിൽ സജീവമാണ്. ഇനിയും ഇതിന്റെ പ്രവർത്തനം തുടർന്ന് പോകാൻ തന്നെയാണോ തീരുമാനം? ഇതിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ ഒരു അവസാന ഘട്ടമാണ്. പക്ഷേ അതിജീവനത്തിന് സ്വാഭാവികമായും ഭവനം പൂർണ്ണമായി ലഭ്യമാകുന്നതോട് കൂടിയിട്ട് അതിജീവനത്തിന്റെ ഒരു അവസാന സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. നമുക്കൊരു മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ. ഇപ്പോൾ താൽക്കാലിക കൂര ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചത്. അത് കൂരയാകും വരെ കൂട്ടായി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അത് നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ നമുക്കൊരു 5 ദിവസം കൊണ്ടാണ് ഇതിന്റെ ഒരു 67 നമ്പറിലേക്ക് നമ്മൾ എത്താനും അതോളം 200ഓളം സ്പോൺസർമാരെ നമുക്ക് ലഭ്യമാക്കാനും സാധിച്ചത്. പരിപൂർണമായൊക്കെ പലരും വീടിനകത്തും കോട്ടേഴ്സിനകത്തും മാറി എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും നമുക്ക് കിട്ടിയ അറിവ്, പ്രാഥമികമായി നമ്മൾ പ്രാദേശിക അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 72ഓളം കുടുംബാംഗങ്ങളുടെ വീടുകളിൽ താമസിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു പരിധി കഴിഞ്ഞാൽ കുടുംബവും നമുക്ക് ആ കുടുംബത്തിനകത്തും അവിടെ നിന്ന് ലഭ്യമാകുന്ന സ്നേഹത്തിന്റെ അളവും ഇമ്പമൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് 2-3 ആളുകൾ ഇന്നലെ രാത്രിയൊക്കെ വിളിച്ചു, ഞങ്ങൾക്ക് എവിടെയാണെങ്കിലും ഒന്ന് അന്തി ഉറങ്ങാനുള്ളൊരു സാഹചര്യം ഒരുക്കണം. ഞങ്ങളൊരു 5-8 ആളുകളുണ്ട്. ഞങ്ങൾക്ക് കോട്ടേഴ്സ് ആണെങ്കിൽ കോട്ടേഴ്സ്, എസ്റ്റേറ്റ് പാടിയാണെങ്കിൽ പാടി അവിടത്തേക്ക് മാറാനുള്ളൊരു സൗകര്യം ഒരുക്കണമെന്നൊക്കെ പറഞ്ഞ് പലരും ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിന്റെ ഒരു പരിസമാപ്തി എന്നുള്ളത് വിദൂരമാണ്. കാരണം ഇത് ഇവിടെ ഒരു തല ചാഴിക്കാനും അന്തി ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരുപാട് വലിയ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ ഇന്ന് പ്രയാസങ്ങൾ കൊണ്ട് അലയുന്നുണ്ട്, പ്രതിസന്ധി കൊണ്ട് അലയുന്നുണ്ട്. അതിലൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ ചേർക്കാത്തതാണ്. സുമനസ്സുകളും ഗവൺമെന്റും ഒക്കെ കൃത്യമായി ഇടപെടുന്നു എന്നുള്ള വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് അണ്ണാരക്കണ്ണനാലും തന്നാലായത് എന്ന ഒരു പഴഞ്ചൊല്ലേറ്റി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമില്ല. അതുപോലെ തന്നെ ഈ വീടുകളിൽ അവശ്യ സാധനങ്ങൾ, അതുപോലെ തന്നെ ഈ ഫർണിച്ചറുകൾ, ഇതൊന്നും ഇല്ലാത്തത് അതും എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? 67 വീടുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് 67 കുടുംബങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സംബന്ധമായ കാര്യങ്ങളെല്ലാം, അതിൽ ഫർണിച്ചർ വരുന്നു, അതിൽ അടുക്കള സംബന്ധമായിട്ടുള്ള പാത്രങ്ങൾ, അതോടൊപ്പം ഒരു വർഷത്തെ വാടക തുക, അതും കൃത്യമായി നമ്മൾ കൊടുത്ത് അക്കൗണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കി ഇനി പറയുന്ന 130ഓളം സ്പോൺസർമാർ ഇന്ന് നമ്മളെ കൈകളിലുണ്ട്. ആ സ്പോൺസർമാരുടെ മനസ്സാണ്, അവരുടെ വിശാലതയാണ് ഇനിയും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിളിക്കുന്നു, ഒരു കുടുംബത്തിലെ 56 ആളുകൾ മരിച്ചിട്ടുണ്ട്. അവരുടെ 3 ആളുകൾ, അവശേഷിക്കുന്ന 3 ആളുകൾ കൂട്ടുകുടുംബമാണ്. ആ 3 ആളുകൾ ഹോസ്പിറ്റലിലായതുകൊണ്ട് അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അതായത് രജിസ്ട്രേഷനൊന്നും നടന്നിട്ടില്ല. ക്യാമ്പുകളിൽ കഴിയാത്തതുകൊണ്ട് അവർക്കൊരു ആനുകൂല്യങ്ങൾ ഇതുവരെ, അതായത് പ്രാഥമികമായി ലഭ്യമായ നമ്മുടെ 10,000 രൂപ പോലും ലഭ്യമാവാത്ത കുടുംബമുണ്ട്. അവരെ ഒന്ന് സഹായിക്കണമെന്ന് പറയുന്ന ഒരു ഫോൺ കോൾ വരികയാണ്. തീർച്ചയായും ഈ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ 3 ആളുകളെ കാണാൻ നമ്മൾ പോകുന്നു. ചൂരൽമലയേക്കാൾ വലിയൊരു ദുരന്തം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടൽ ദുരന്തമൊന്നും ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ തലമുറ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അത്രത്തോളം ആളുകൾ പരസ്പരം ആ ഒരു ഇഴയെടുപ്പവും നമ്മൾ കാണുന്നുണ്ടല്ലോ, ആളുകളുടെ സഹായമല്ലേ? അയ്യോ, അതിനെ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. മഴവെല്ലിനേക്കാൾ സുന്ദരമാണ്. എന്റെയൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതം മുതൽ ഈ ചുരൽമല ബേസ് ചെയ്ത് അവിടെ കുടുംബാംഗങ്ങളും രാഷ്ട്രീയ സൗഹൃദമുള്ള മണ്ണാണ്.
സ്വാഭാവികം ഇത് സംഭവിച്ചപ്പോൾ ഇതിന്റെ ഒരു പാനിക്ക് നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ ചെറുപ്പമാണെങ്കിൽ പോലും ഇത് ഒരു മറവി ദൈവം നമുക്ക് തരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം ഇതൊന്നും കാണാനും കേൾക്കാനും നമുക്ക് കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറവി വന്നു കഴിഞ്ഞാൽ മറന്നു പോകണമല്ലോ. പക്ഷേ നമ്മളൊക്കെ ചെറുപ്പമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമല്ലോ. പുത്തുമല കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവമേ അവിടെ അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ സ്വാഭാവികം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട് മെഡിക്കൽ കോളേജിൽ കടക്കാൻ നമുക്കോ നമ്മുടെ ബന്ധപ്പെട്ടവർക്കോ സാധ്യമാവാതിരിക്കട്ടെ എന്നത്. അതുപോലെ തന്നെയാണ് ഇതുപോലെയുള്ള ദുരന്തം ഇനി വരാൻ പാടില്ല. ഇതുപോലെയുള്ള ക്യാമ്പുകൾ ഇനി അവിടെ അന്തിവസിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട നമുക്കൊന്നും ഒരു അവസരം ഉണ്ടാവാതിരിക്കണം. കാരണം ഈ സാഹചര്യമൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്നത് മനസ്സിന്റെ വലിയൊരു കാഠിന്യമുണ്ടെങ്കിൽ മാത്രമേ അതിജീവിക്കാൻ കഴിയുള്ളൂ. ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമുക്കൊപ്പം തന്നെ ഈ വീടിന്റെ ഉടമസ്ഥനായ സോമേട്ടൻ ജഷീർ പള്ളിവേലിന്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ സഹായങ്ങൾ ലഭിക്കുന്നു. എന്ത് തോന്നുന്നു? തിരക്കേടില്ല. ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ മുതൽ ഈ വീട് അടച്ചിട്ടിരുന്ന ഒരു വീടാണ്. അപ്പോൾ അത് നമ്മൾ വന്ന് ചോദിച്ചപാട് അവരിങ്ങനെ നിങ്ങൾ താമസം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് തരികയും എന്നാൽ ഇത് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടിനകത്തുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മുടെ വീട് വന്ന് പരിശോധിക്കുകയും കണ്ടപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതനുസരിച്ച രീതിയിലുള്ള അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ ഇത് ക്ലീൻ ചെയ്തു തരാം. കമ്പിളിപ്പുഴുവാണ് ഇതിന് പ്രധാനമായിട്ടും ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ അടച്ചിട്ടുന്ന പൂപ്പൽ മണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നേരിൽ കണ്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള സഹൃദമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ന് വന്നുകൊണ്ട് വീടുകൾ നോക്കി ആദ്യം മരുന്നടിച്ചു, രണ്ടാമത് അത് കഴിഞ്ഞതിന് ശേഷം വൈറ്റ് വാഷ് ചെയ്തു തരാം എന്നവർ പരിപൂർണമായിട്ട് ഏറ്റിട്ടുണ്ട്. മറ്റുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുവരെയും ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ജഷീറും ടീമും മുൻപന്തിയിൽ തന്നെയുണ്ട്. എന്തായാലും അതിനെ നമുക്ക് പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ദുരന്ത ഭൂമിയിലെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെയും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈ ഏറ്റവും അശരണരായ മനുഷ്യർക്ക് കൈത്താങ്ങാവുന്നത്. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വിനീഷ് പറഞ്ഞതുപോലെ ആ ദുരന്ത സമയത്ത് ഇതുപോലെയുള്ള കുറെ നന്മയുള്ള മനുഷ്യരെ കൂടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു, ജംഷീറിനെ പോലെയുള്ള. എന്തായാലും അവർക്കും കൂടി ഞങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ്. കൂടുതലായി ഇനി അവിടെ നിന്ന് പ്രവർത്തിക്കാനാകട്ടെ. അപ്പോൾ